കൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് ഡീമൺ സ്ലെയറിന്റെ 2 കിഡിലൻ ചാപ്റ്റേഴ്സ് ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ചാപ്റ്റർ 201 202 ആയിരിക്കും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ആസ് യൂഷ്വൽ നിങ്ങൾ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. കാരണം ഇതൊരു കിഡിലൻ 2 ചാപ്റ്റേഴ്സിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരിക്കും. ചാപ്റ്റർ തുടങ്ങുന്നത് മുസാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ കൊച്ചായിരുന്നപ്പോൾ തന്നെ എന്റെ അമ്മയുടെ വയറ്റിലുണ്ടായിരുന്നപ്പോൾ തന്നെ ഞാൻ പലവട്ടം മരിച്ചിട്ടുണ്ട്. ഞാൻ ജനിച്ചപ്പോൾ മരിച്ചുകൊണ്ടാണ് വന്നത്. എന്നെ അടക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ടപ്പോൾ അവിടുന്ന് ഞാൻ സ്ട്രഗിൾ ചെയ്താണ് ഒന്ന് കരഞ്ഞ് ഞാൻ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ നിറവേറിയെന്ന്. അതായത് സ്ട്രോങ്ങറായി മാറാനുള്ള എന്റെ ആഗ്രഹം ഞാൻ നിറവേറി കഴിഞ്ഞു. പക്ഷേ അതിന് ഒരേ ഒരു ലിമിറ്റ് ഉള്ളായിരുന്നു. കാരണം എനിക്കിത് ഒരേ ഒരു ശരീരത്തിൽ മാത്രമേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഉപേക്ഷിക്ക്, നിന്റെ വാക്കുകൾ ആലോചിക്കാൻ നേരത്ത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം നീ എന്നോട് പറഞ്ഞിരുന്നു എല്ലാവർക്കും മരണമുണ്ടെന്ന്. അത് സത്യം തന്നെയാണ്. ഞാൻ ഇതുവരെ കൊന്ന ഒരാളുടെ മുഖം പോലും എനിക്ക് നേരെ ചൊവ്വേ ഓർമ്മയില്ല. എന്നാൽ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ തോറ്റുപോയെങ്കിലും എന്റെ ഫീലിങ്സ് അവിടെ നിന്നില്ല എങ്കിൽ, എന്റെ ഫീലിങ്സ് ഒരാൾ ഇൻഹെർട്ട് ചെയ്യുമെങ്കിൽ ഞാൻ അവിടെ ജയിച്ചെന്നല്ലേ അർത്ഥം. ഞാൻ ആഗ്രഹിക്കുന്നതിന്റെ എല്ലാത്തിന്റെ ഉത്തരം എന്റെ തൊട്ട് മുമ്പിലുണ്ടായിരുന്നു. ഇതെല്ലാം കാണാൻ നിർത്ത് ഞാൻ വരെ അറിയാതെ കരഞ്ഞുപോയി. സൂര്യപ്രകാശം കാരണം എന്റെ ബോഡി ചിലപ്പോൾ നശിച്ചു പോയേക്കാം, പക്ഷെ എന്റെ ഫീലിങ്സ് ഒരിക്കലും തന്നെ നശിച്ചു പോകത്തില്ല. ഈ ലോകമുള്ളത്രയും കാലം എന്റെ ഫീലിങ്സ് ഈ ലോകത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ എന്റെ എല്ലാ ഇമോഷൻസും ഞാൻ ഇവന് കൊടുക്കാൻ പോകുവാണ്. അവൻ മരിച്ചു കഴിഞ്ഞു, അവന്റെ ഹൃദയം നിന്നുപോയി, അവൻ ബ്രീത്ത് എടുക്കുന്നതൊക്കെ നിന്നു. പക്ഷെ അവന്റെ സെൽസ് ഇപ്പോഴും നശിച്ചിട്ടില്ല. അതിനർത്ഥം എനിക്ക് അവനെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ്. എന്റെ ശരീരത്തുള്ള എല്ലാ ബ്ലഡും ഞാൻ ഇവന് കൊടുക്കും. ഇവൻ എങ്ങനെയെങ്കിലും മരണത്തിനെ വെട്ടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പറ്റും, ഇവനെ കൊണ്ട് പറ്റും. ടാഞ്ചിറോ, നിനക്ക് സൂര്യനെ എതിർക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നീ ആയിരിക്കും ദി സ്ട്രോങ്സ്റ്റ് ഡീമൻ. ഒന്നുമില്ലെങ്കിൽ നീ നേസുക്കോടെ ചേട്ടനല്ലേ? നിങ്ങളുടെ രണ്ടുപേരുടെ ശരീരത്തിൽ കൂടെ ഒഴുകുന്നത് ഒരേ രക്തം തന്നെയാണ്. അതുകൊണ്ട് നിനക്ക് പറ്റും. അതും പോരഞ്ഞിട്ട് നിനക്ക് മാത്രമേ അവന്റെ ആ ബ്രീത്ത് ഫോംസും യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നീ മരിക്കത്തില്ല. ടാഞ്ചിറോ, എന്റെ സ്വപ്നം നീ നിറവേറണം, നീ ജീവിക്കണമെന്നും പറഞ്ഞുകൊണ്ട് മുസാൻ അവിടെ പൊടിഞ്ഞ് ഇല്ലാണ്ടാകുവാണ്. എല്ലാവരും നമ്മുടെ താഞ്ചിറോയുടെ ചുറ്റിനും നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ താഞ്ചിറോ കണ്ണ് തുറക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതായത് മുസാൻ പറയുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി എല്ലാ ഡീമൺ സ്ലേയേഴ്സിനെയും കൊന്നിരിക്കണം. താഞ്ചിറോ കണ്ണ് തുറക്കുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് ഞെട്ടിപ്പോവും. കാരണം മരിച്ചു പോയ ഒരാൾ പെട്ടെന്ന് കണ്ണ് തുറന്നിരിക്കുന്നു. നോക്കാൻ നേരത്ത് താഞ്ചിറോയുടെ ലെഫ്റ്റ് ഹാൻഡ് ഫുള്ള് പുള്ളിക്കാരനെ റീജനറേറ്റ് ചെയ്തെടുത്തു. ഇത് കണ്ട ഗിയു നന്നായിട്ട് തന്നെ സർപ്രൈസ് ആവുന്നുണ്ട്. തൊട്ട് സൈഡിൽ നിന്ന് ഒരു ഡീമൺ സ്ലേയറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് നമ്മുടെ ഗിയു അങ്ങോട്ട് ചാടി അവനെ രക്ഷിച്ചിട്ട് മാറുന്നുണ്ട്. അവിടെ കുറെ പേര് നിപ്പോണ്ടായിരുന്നു. അവർക്കൊന്നും എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ല. അവർ താഞ്ചിറോ എന്ന് വിളിക്കാൻ നേരത്ത് നമ്മുടെ താഞ്ചിറോനെ പ്രോപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. രണ്ട് സൈഡിൽ നിന്നും തന്നെ ഡീമൺ സ്ലേയർ മാർക്കും അതേപോലെ നഖമൊക്കെ കൂർത്ത് പല്ലൊക്കെ വന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡീമനായി നമ്മുടെ താഞ്ചിറോ മാറിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സൂര്യപ്രകാശം കൊണ്ട് നമ്മുടെ താഞ്ചിറോക്ക് നന്നായിട്ട് തന്നെ പൊള്ളലേറ്റ് നേരെ താഴത്തേക്ക് വീഴുന്നുണ്ട്. അവൻ കിടന്ന് കാറുന്നുണ്ട്. ഗിയു പെട്ടെന്ന് ഒരു സോഡ് എടുത്തിട്ട് നേരെ അങ്ങോട്ട് ഒന്ന് കിടന്ന് കാറുന്നുണ്ട്. അനങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ്റുന്നത്ര വെപ്പൺസ് എടുത്തിട്ട് വേഗം ഇങ്ങോട്ട് പോകും. യൂഷർക്ക് സെന്നിറ്റ്സിനും ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ തന്നെ നമ്മുടെ ഗിയു പറയുന്നുണ്ട്, താഞ്ചിറോ ഒരു ഡീമനായിട്ട് മാറിയിരിക്കുമായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും ഈ സൂര്യപ്രകാശത്തിന്റെ താഴെ പിടിച്ചു നിർത്തി അവനെ കൊന്നിരിക്കണം. താഞ്ചിറോക്ക് നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പെട്ടെന്ന് അവിടേക്ക് ചാടി ഷെയ്ഡിലേക്ക് മാറാൻ ശ്രമിക്കാൻ നിർത്തി നമ്മുടെ ഗിയു അങ്ങോട്ട് വന്ന് താഞ്ചിറിനെ കുത്തിക്കൊണ്ട് നേരെ താഴത്തേക്ക് വീഴും. ഗിയു പറയുന്നുണ്ട്, ഞാൻ ഒരു സെക്കൻഡ് എങ്ങാനും ലേറ്റ് ആയിരുന്നെങ്കിൽ ഇവൻ ഉറപ്പായിട്ടും മറ്റവനെ കൊന്നേന്ന്. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ കെഞ്ചി പറയുന്നുണ്ട്, താഞ്ചിറോ നീയായിട്ട് ഇരിക്കി, നീയായിട്ട് മരിക്കും. എന്നാൽ താഞ്ചിറോക്ക് നന്നായിട്ട് തന്നെ പൊള്ളുന്നുണ്ടായിരുന്നല്ലോ, അതെല്ലാം പെട്ടെന്ന് നിൽക്കും. അപ്പോഴാണ് ഗിയുവിന്റെ ഒരു കാര്യം മനസ്സിലാകുന്നത്, താഞ്ചിറോ ഓവർകം ചെയ്തിരിക്കുന്നു. അതായത് സൂര്യപ്രകാശത്തിനെ ഓവർകം ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഗിയുവിന്റെ താടിക്കിട്ട് നേരെ തട്ടി വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് നമ്മുടെ ഇനുസുകെ അങ്ങോട്ട് വന്ന് താഞ്ചിറോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇനുസുകെ കാറെ കൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ട് കാണിക്കുന്നത്? ഇവൻ നമ്മുടെ കൂട്ടുകാരനാണ്, നീ എന്തിനാണ് ഈ കാണിക്കുന്നത്? താഞ്ചിറോക്ക് ഇതൊന്നും തന്നെ പുള്ളിക്കാരന്റെ തലയിലേക്ക് കയറുന്നില്ലായിരുന്നു. പുള്ളിക്കാരൻ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡീമനായി മാറി കഴിഞ്ഞിരുന്നു. ഇനുസുകയ്ക്ക് സെന്നിറ്റ്സിന് അവിടെ എന്താണ് സംഭവിക്കണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ മേല. സെന്നിറ്റ്സ് പറയുന്നുണ്ട്, ആർക്കും തന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാരും നശിച്ചിരിക്കുവാണ്, ഇതെല്ലാം കുറച്ച് ഓവറല്ലേ, ഇത് എന്തുവാണ് സംഭവിക്കുന്നത്? ഇനി നെയ്സുക്കെ എന്നെ അടുക്കും. താഞ്ചിറോ പെട്ടെന്ന് നമ്മുടെ താഞ്ചിറോ ഇനോസുക്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. അവർ തമ്മിൽ ഒരു ചെറിയൊരു ഫൈറ്റ് നടക്കും. പിന്നെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നമ്മുടെ ഇനോസുക്കിയും സെന്നിറ്റ്സും താഞ്ചിറോയും കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഭാഗം. നമ്മളെല്ലാവരും ബഡ്ഡീസ് ആണ്, നമ്മളെല്ലാവരും ബ്രദേഴ്സ് ആണ്. അതിൽ നമ്മൾ ആരെങ്കിലും ഒരാളെങ്കിലും ഏതെങ്കിലും മോശമായ പാതയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടെ അത് തടുക്കും. അത് എത്രയൊക്കെ പാടായിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മൾ അത് തടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ താഞ്ചിറോ ഇനോസുക്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയും നമ്മുടെ സെന്നിറ്റ്സൊക്കെ കാറുന്നുണ്ട്. താഞ്ചിറോ നീ അത് ചെയ്യല്ലെന്ന് പറഞ്ഞു. ഇനോസുക്കെ പറയുകയും ചെയ്യും, ഞാനിവനെ കൊല്ലും, ഞാനിവനെ സ്ലൈസ് ചെയ്യും. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ഇനോസുക്കിക്ക് താഞ്ചിറോയുടെ
ആ പണ്ടത്തെ ഫേസ് ഓർമ്മ വരും. താഞ്ചറോയുടെ കഴുത്തിന് തൊട്ട് അരികെ വരെ നമ്മുടെ ഈനോസുക്കയുടെ ബ്ലേഡ് എത്തുന്നുണ്ടെങ്കിലും പുള്ളിക്കാരന് അത് സാധിച്ചില്ല. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് താഞ്ചറോനെ മുറിക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈനോസുക്കെ കരഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ 201 അവസാനിക്കുന്നത്. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മുടെ ഈനോസുക്കിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നിടത്ത് താഞ്ചറോയുടെ ഇടയിലേക്ക് നേസുക്ക വന്ന് കയറുവാണ്. താഞ്ചറോ അറിയാതെ തന്നെ നമ്മുടെ നേസുക്കനെ കടിക്കുകയും മാന്തിയൊക്കെ ചെയ്യുന്നുണ്ട്. ക്ഷമിക്കൂ ചേട്ടാ, ഞാൻ കുറച്ച് താമസിച്ചെന്ന് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കൂ, ഞാനുണ്ട് നിന്റെ കൂടെ. എന്തിനാണ് ഏറ്റവും പാവങ്ങൾ ഇത്ര അധികം അനുഭവിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ചേട്ടാ കുറച്ച് നേരം കൂടെ പിടിച്ച് നിൽക്കി, എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കി, നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോട്ടെ, നമുക്ക് ഒരുമിച്ച് വീട്ടിൽ പോകാം. താഞ്ചറയ്ക്ക് ഒന്നും തന്നെ തലയിൽ കയറുന്നില്ലായിരുന്നു. പുള്ളിക്കാരൻ പെട്ടെന്നൊരു ഷോക്ക് വേവ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ നേസുക്കനെ മുതുക് വലിച്ച് കീറാനും നോക്കും. സെന്റിഡ്സ് ഓടി വന്ന് താഞ്ചറോനെ നിർത്താൻ പറയുന്നുണ്ട്. സെന്റിഡ്സ് ഒന്ന് കാറുന്നുണ്ട്. എടാ ഒന്ന് നോക്ക്, നീ കണ്ണു തുറന്ന് നോക്ക്, നേസുക്കോ മനുഷ്യനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്, എന്തൊക്കെയാണ് നീ കാണിക്കുന്നത്? നീ ഒന്ന് കണ്ണു തുറന്ന് നോക്ക്. നീ അവളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവൾ ഉറപ്പായിട്ടും മരിക്കും. അവള് നിനക്ക് വേണ്ടി കിടന്ന് കാറുന്നതിനൊക്കെ കേൾക്കാൻ മേലെ. എന്നാൽ ഇതൊന്നും തന്നെ നമ്മുടെ താഞ്ചറുടെ തലയിലേക്ക് കയറുന്നില്ല. പെട്ടെന്ന് നേസുക്ക താഞ്ചറുടെ തല നോക്കി നല്ലൊരു അടി വെച്ച് കൊടുക്കും. ഈ കാറിനൊന്ന് നിർത്ത്, നീ എന്തിനാണ് നേസുക്കനെ അറ്റാക്ക് ചെയ്യണത്? നീ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല, നീയാണ് എനിക്കറിയാവുന്ന ഏറ്റവും പാവപ്പെട്ട ഒരു ജൻ, എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ താഞ്ചറുടെ തലയിലായിട്ട് നിർത്താതെ ഈനുസുക്കിനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പുള്ളിക്കാരൻ ഒരു ഷോക്ക് വേവ് ക്രിയേറ്റ് ചെയ്യും. ബാക്കിയുള്ളവരെല്ലാവരും തെറിച്ചു പോകുവാണ്. പക്ഷെ നേസുക്ക നമ്മുടെ താഞ്ചറോനെ വിടത്തില്ല. പുള്ളിക്കാരി അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കും. ഈ താഞ്ചറോനെ വിളിക്കുന്ന പേരാണ് ഡീമൻ കിങ് താഞ്ചറോ. പുള്ളിക്കാരന്റെ മുതുകത്ത് നിന്ന് നമ്മുടെ മുസാൻ യൂസ് ചെയ്ത പോലെ കുറെ അധികം എല്ലുകൾ ഇങ്ങനെ വരും. എന്നിട്ട് നമ്മുടെ സെന്റിഡ്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് ഗിയോ അങ്ങോട്ട് വന്ന് അത് ബ്ലോക്ക് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ നേസുക്കനെ കടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് അവന് ബ്ലഡിന്റെ ടേസ്റ്റ് മനസ്സിലായി. ഇനി എന്തൊക്കെ കാണിച്ചിട്ടും കാര്യമില്ല, സൂര്യപ്രകാശം കൊണ്ടും കാര്യമില്ല, നീച്ചറും ബ്ലേഡ്സ് കൊണ്ടും കാര്യമില്ല. ഇവന് ഇനി എങ്ങനെ കൊല്ലും? പെട്ടെന്ന് നമ്മുടെ താഞ്ചറോ ഒരു ടെയിൽ ബീസ്റ്റ് ബോംബില്ലേ അതുപോലൊരു സാധനം പുള്ളിക്കാരന്റെ ഫ്രണ്ടിൽ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഗിയുനെയും ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കും. നേസുക്ക അവിടെ കിടന്ന കാറാണ്. ആരെയും കൊല്ലല്ലേ ചേട്ടാ, ഞാൻ വന്നില്ലേ, ഇനി ആരെയും ഒന്നും കൊല്ലല്ലേ, എന്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി കിടന്ന് കാറുന്നുണ്ട്. അങ്ങനെ താഞ്ചറോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ നേരത്ത് പുള്ളിക്കാരുടെ കൈ പുള്ളിക്കാരി എടുത്ത് വട്ടം വെക്കും. അതുകൊണ്ട് ആ അറ്റാക്ക് പ്രോപ്പർ ആയിട്ട് ചെല്ലാഞ്ഞുകൊണ്ട് നമ്മുടെ ഗിയു രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നേസുക്കോന്റെ ഇടത് കൈ പൂർണ്ണമായിട്ടും പോയിരിക്കും. നമ്മുടെ താഞ്ചറോ വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ഗിയോ അപ്പൊ പറയുന്നുണ്ട്, എന്താണ് ഇവൻ നേസുക്കോനെ ഇതുവരെ കൊല്ലാത്തത്? അവളുടെ ബ്ലഡ് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ടും അവൻ ഇതുവരെ ആരെയും തിന്നിട്ടില്ല. അതിനർത്ഥം അവനും ചിലപ്പോൾ ഉള്ളിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും. താഞ്ചറോ, നിനക്ക് നിന്റെ ഓർമ്മകൾ തിരിച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു മിറാക്കിൾ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അതിന് എനിക്കും നിനക്കും പറ്റും. നമ്മുടെ യൂഷറ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, മുസ എടാ കോപ്പ, നീ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്തിനാണ് ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? സൂര്യപ്രകാശം ഉള്ള കാരണം നമ്മുടെ യൂഷറയ്ക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ പുള്ളിക്കാരന്റെ ബ്ലഡ് ഡീമൻ ആർട്ടും ഈ വെയിലെത്തി യൂസ് ആകത്തില്ല. യൂഷറ നോക്കാൻ നേരത്ത് നമ്മുടെ കണവോ പതുക്കെ അങ്ങോട്ട് പോകുകയാണ്. പുള്ളിക്കാരിയുടെ പോക്കറ്റിൽ നിന്ന് ഒരു സാധനം പുള്ളിക്കാരി എടുക്കും. സംഭവം വേറൊന്നുമല്ല, ഇതൊരു മെഡിസിൻ ആണ് നമ്മുടെ ഷിനോബു കണ്ടുപിടിച്ചത്. അതായത് ഡീമൺസിനെ മനുഷ്യനിലേക്ക് മാറ്റാൻ പറ്റുന്നത്. ഇത് നേസുക്കോടെ മേത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇരുന്നത്. പക്ഷെ നമ്മുടെ തമയോസാൻ 3 എണ്ണം കണ്ടുപിടിച്ചുകൊണ്ട് ഇതിന്റെ ഒരു ഉപായം ഇല്ലെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ കണവ കരഞ്ഞോണ്ടപ്പോ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടിയായിരിക്കും, ഈ ഒരു മൊമെന്റിന് വേണ്ടിയായിരിക്കും ഇപ്പോഴും ഇത് ബാക്കിയായിട്ട് ഇരുന്നത്. ഇവൻ ഡീമനായിട്ട് കുറച്ചു നേരെ ആയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്തേക്കാം. എനിക്ക് താഞ്ചറോനെ ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റും, ഒരു കണ്ണ ഇല്ലെങ്കിലും എനിക്ക് ഒരു അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ആ സ്കാർലറ്റ് സ്പൈഡർ ലില്ലി ഐസിലെ അത് യൂസ് ചെയ്യുക. അങ്ങനെ താഞ്ചറോയുടെ നേസുക്കന്റെ ഇടയിലേക്ക് കയറി പുള്ളിക്കാരി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്ന നേരത്ത് താഞ്ചറോ തിരിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട് അവർക്ക് നന്നായിട്ട് തന്നെ കൊള്ളുന്നുണ്ടെങ്കിൽ അവളുടെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തു. താഞ്ചറോയുടെ മുഖത്ത് ആ മരുന്ന് കുത്തി ഇറക്കിയിട്ട് അവൾ പറയുന്നുണ്ട്, നേസുക്കോനെ നീ ഒരിക്കലും കരയാൻ സമ്മതിക്കില്ല. പെട്ടെന്ന് താഞ്ചറോയുടെ ഉള്ളിലുണ്ടായിരുന്ന നമ്മുടെ പുള്ളിക്കാരന്റെ ആ ഹ്യൂമനോടൊരു ഇതില്ലേ എന്ന ഒരു മനുഷ്യത്വം കാണുമല്ലോ, അത് ഉണർന്നു. പെട്ടെന്ന് നമ്മുടെ താഞ്ചറോ അറ്റാക്ക് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുവാണ്. പുള്ളിക്കാരൻ എന്തോ ചെയ്യണമെന്ന് അറിയാമല്ല, പക്ഷെ എന്തായാലും അറ്റാക്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് താഞ്ചറോ ഇങ്ങനെ അനങ്ങാതെ നിന്നുകൊണ്ടാണ് ചാപ്റ്റർ 202 ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോസ് ഒക്കെ ഉടനെ തന്നെ വരുന്നുണ്ട്. സോ അതൊക്കെ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഒന്ന് സബ് ചെയ്ത് വെച്ചേക്ക്. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തേക്ക്.